അമ്മേ, ആ ഞാൻ പരീക്ഷ പൊട്ടി. ഇങ്ങനെയല്ല, പരീക്ഷ പാസ്സായി, പക്ഷെ ഞാൻ പൊട്ടി. അവള് പറഞ്ഞത് ഭയങ്കര ടഫായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടാ തോന്നിയേ. ഞാൻ കൊറേ പേപ്പറും എഴുതിനി. നീ അവളോട് പറഞ്ഞിട്ടുണ്ടാവും പരീക്ഷ ഭയങ്കര എളുപ്പ, ഈസിയാണ്. ഓള് ഭയങ്കര ടഫാന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ ആര് തോറ്റി? ഓളങ്ങ് പാസ്സായി, നീ അങ്ങ് തോറ്റി. കണ്ണ് ഓളെ കണ്ണ് തോറ്റിട്ടുണ്ടോ? എഴുതണ്ടേ, അത് ആലോചിക്കുമ്പോഴാ. മോളെ, നീ അടുക്ക്, അമ്മ ഇപ്പൊ പോയിട്ട് ഉഴിഞ്ഞിടാം. നീ ഇങ്ങോട്ട് വാ, അടുക്കളയിലേക്ക് വാ. എന്തിനീ ഉഴിഞ്ഞിടാനാ? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? പരീക്ഷ പോയിട്ട് ഉഴിഞ്ഞിട്ടിട്ട് എന്താ കാര്യോ? ഉഴിഞ്ഞിട്ടേ പറ്റൂ. ഓളെ ഒടുക്കത്തെ കണ്ണുണ്ടോ എന്റെ മുഖം? പിന്നെ ഇനിയിപ്പോ ഓളെ കണ്ണുകിട്ടിട്ടാ ഞാൻ പരീക്ഷ പോട്ടിരും. എന്നാ പിന്നെ ഉഴി. എന്താ കേശവ? മുടിയൊക്കെ പോയല്ലോ. തന്നല്ലേ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, ഒത്തിരി മുടിയുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇതാണ് കൊറേ മുടി. അയ്യോ അമ്മ, നല്ല ആളാന്ന് പറഞ്ഞു. അത് കിങ്ങിണി എന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ലേ, അന്നേരം ഓള് പറഞ്ഞതാണ് നല്ല മുടി ഉണ്ടല്ലോ, നല്ല ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞോള്. ഓള് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ? അല്ലെങ്കിലേ ഓക്കും ഓളെ അമ്മേന്റെ എല്ലാം നാക്കും കണ്ണും എല്ലാം മിച്ചിക്ക. നിനക്ക് അപ്പോൾ ടോ പറഞ്ഞോളായിരുന്നോ? എന്റെ മോള് വിഷമിക്കണ്ട, ബാ ഒഴിഞ്ഞിടാ, തലയെങ്കിലും ബാക്കി നിക്കട്ട്. ഒടുക്കത്തെ കണ്ണാ നിന്റെ. ഇങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് നടക്കല്ല എന്റെ അമ്മേ. എനിക്ക് വയ്യ. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് വന്നിട്ട് ഒഴിഞ്ഞിടലാണ്. എന്തെങ്കിലും ഞാൻ പോവുകയും നടക്ക്. ഒരാഴ്ചയായി ഉപ്പും മുളകൊന്നും ഒഴിഞ്ഞിടാത്ത. അതിന്റെ എല്ലാ ദോഷവും എന്താ കേശവ? ഹലോ, കിങ്ങിണി. അടിച്ചു വരട്ടെ. പരീക്ഷയെല്ലാം കേട്ടോണ്ട് അമ്മ എന്നെ വേഗം കെട്ടിച്ചു വിടാന്ന് വെച്ചിട്ടുണ്ടോ? നല്ല ഗ്ലാമർ ചെക്കനാന്ന് പറഞ്ഞേ. അല്ലപ്പ ഈ പെണ്ണെന്തിനാ ഓളെങ്ങനെ ഫോണ് വിളിക്കുന്നേ? നല്ല കട്ടി മീശയൊക്കെ ആയിട്ടേ നാളെ കാണാൻ വരുന്ന പറഞ്ഞേ. ഇതേ പോയി. ഇനി ആ കല്യാണത്തിന്റെ കാര്യം തീരുമാനം. പെണ്ണോടൊപ്പം ഞാൻ പറയുന്നുണ്ട് അതിനായിട്ട് കൂട്ടുവെക്കണ്ട. ഇനി ആർക്കറിയാം, പെണ്ണ് കാണാൻ വരുന്ന കൂട്ട് വരുവോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. എന്താ ഫോണ് എടി ഞാൻ വിളിക്കാട്ടോ, ഇപ്പൊ വിളിക്കാം. എന്താ അമ്മേ, നീ എന്ത് പണിയാ ചെയ്തിനി? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ പെണ്ണായിട്ട് അധികം കൂട്ട് വേണ്ടാന്ന്? നീ എന്തിനീ പെണ്ണ് കാണാൻ വരുന്ന വിവരല്ല എന്നോട് പറഞ്ഞേ? അതിനിപ്പോ എന്താ, കിങ്ങണിയോടല്ലേ പറഞ്ഞേ? എന്റെ മോളെ, നിനക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ട് നീ പഠിച്ചില്ലേ? കണക്കായി. എന്റെ ആറ്റുകാല അമ്മേ, ആർക്കറിയാം. ഞാൻ ഒന്നും പറയുന്നില്ല. അവളോട് പറയുമ്പോഴത്തേക്ക് കല്യാണം മുടങ്ങല്ലേ? പറയാ സരസമ്മേ. നിങ്ങളെന്ത്? ഇല്ല, ഓള് ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഒരുങ്ങാൻ പറയണത്രേ. ഈ ഡ്രസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. കുറച്ച് കൈ എത്താം, എന്നാൽ ഇപ്പളേ ഒരുങ്ങിയാലല്ലേ. ഓറ് വരേണ്ട സമയം ആവുന്നല്ലേ ഉള്ളൂ. 10 മണിയാകുമ്പോ എത്താന്നല്ലേ പറഞ്ഞിനി.
ഉയന്തപ്പാ അതെന്നാ പറ്റിയേ? വേറെ പെണ്ണ് സെറ്റാവാനാ? നിങ്ങളെന്നാ സരസമ്മ പറയുന്നത്? ഇങ്ങോട്ട് 10 മണിയാകുമ്പോ എത്തുന്ന് പറഞ്ഞല്ലേ അവര്? പിന്നെ പെട്ടെന്ന് എന്നാന്ന് ഒരു മറിമായം പറ്റീനി? ഇനി ഞാൻ എന്റെ മോളോട് എന്നാ പറയാ? ഭഗവാനേ, ഇത് കൊടുംചതിയായി പോയി കേട്ടാ. എന്റെ മോക്ക് എന്ത് കുറവുണ്ടായിട്ടാ? മുടിയാ? മുടിയെന്നാന്ന് വരൂലേ? ചെക്കന് വീട്ടുള്ള മുടിയുള്ള പെണ്ണിന് തന്നെ വേണമെന്നുണ്ടാ? ഈശ്വരാ, നിങ്ങള് ഫോണ് വെക്ക്. ഭഗവാനേ, പെണ്ണിന്റെ ഒടുക്കത്തെ കണ്ണാണ്, ഒടുക്കത്തെ കണ്ണ്. അതിനോട് ഞാൻ അന്നേരേ ഫോൺ വിളിക്കുമ്പോ പറഞ്ഞു, പറയല്ലേ പറയല്ലേ പറയല്ലേ. ഈ ഇവിടുത്തെ പെണ്ണിന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുക? എത്ര കിട്ടിയാലും പഠിക്കൂല. നാളെ പറഞ്ഞിട്ട് നോക്കിക്കാം. കല്യാണ സമയാന്നല്ലേ കഴിഞ്ഞ മാസം നോക്കിയാലും പറഞ്ഞത്. പിന്നെ ഈ വരുന്ന ആലോചനയെല്ലാം എന്തെന്നാ അപ്പൊ എങ്ങനെയായി പോന്ന്? ഭഗവാനെ, ആൾക്കാരെ കണ്ണ് 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 കണ്ണേറിന് എന്ത് ചെയ്യും ഭഗവാനെ ഗുരുവായൂരപ്പ? ഒരുങ്ങിട്ടത് പൊട്ട്. ഓ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടാ? ഒരുങ്ങൊന്നും വേണ്ട, ഒരുങ്ങണ്ട. അത് മുടങ്ങി. അവര് വേറെ മുടിയുള്ള പെണ്ണിനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിന് പോലും. അപ്പൊ അവരാടെ പോയിട്ട് നോക്കട്ടെ. മുടി കുറവാണെന്ന്. ഓന് വേണ്ടെങ്കിൽ വേണ്ട, മുടിയുള്ള പെണ്ണിനെ പോയിട്ട് കെട്ടട്ടെ. ഇനി എനിക്ക് അതൊന്നുമല്ല. കല്യാണം മുടങ്ങിയതിന് പെണ്ണിനെ തന്നെ കുറ്റം പറയാം. എന്താ ചെയ്യാനാ ഗുരുവായൂരപ്പ? അമ്മ വടക്കേല ഒന്ന് പോയിട്ട് വരട്ടെ. മോളെ നാളെ വെച്ചിരുന്ന് ഒന്ന് അറിഞ്ഞു നോക്കട്ടെ. എന്നാണ് നിന്റെ സ്ഥിതിവിശേഷം ഒന്ന് നോക്കട്ടെ. എന്നിട്ട് അമ്മ വന്നിട്ട് അമ്മ ഉപ്പുമുളകെല്ലാം ഉഴിഞ്ഞുതരാം. ഇനി എന്റെ മോക്ക് ഒടുക്കത്തെ കണ്ണാണ്, ഓളെ തന്നെ കണ്ണ്. ഇനി നീ വിളിക്കണ്ട കേട്ടാ. സമയമായിട്ട് പോയിട്ട് നോക്കിട്ട് എന്തിനാവുന്നേ? സമയമാകുമ്പോ നടക്കൂ. പിന്നെ അവളോട് ഫോൺ വിളിച്ച് പറഞ്ഞോണ്ടല്ലേ നടക്കാത്തെ ഓരോരോ അന്ധവിശ്വാസം. അമ്മ ഒക്കെ ശരിയാക്കി തരാം. മോള് വാ, കുറച്ച് ഉപ്പും മുളകും എല്ലാം കൂടിയിട്ട് ഉഴിഞ്ഞിട്ടേക്കാം. എൻ്റെ മോളെ എല്ലാ ദൃഷ്ടിദോഷവും അവളെ കണ്ണും എല്ലാം പോവും.